എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു ലഞ്ച് എത്രയും വേഗം പെട്ടെന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞുതരാൻ പോകുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു തട്ടിക്കൂട്ട് വിദ്യ എന്ന് പറയാം. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് വേണ്ടി ഒന്നും വേണ്ട, ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവണത് അല്ലേ. സബോള ആയാലും ശരി, കോഴിമുട്ട ആയാലും ശരി, ഇതെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവും അത് അല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സബോള ഞാൻ ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സബോള അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. എന്നിട്ട് വേണം ബാക്കിയുള്ളത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. ബ്രൗൺ കളർ ആവട്ടെ സവോള. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ടർമറിക് പൗഡർ. അടുത്തായിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും അവസാനം കോഴിമുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതൊന്ന് ഡ്രൈ ആവണ വരയ്ക്കും നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടിപൊളി ലഞ്ച് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറ്, റൈസാണത്, വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്, അത് അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടുന്ന ചോറ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ചോറ് ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാവുന്ന ചോറാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫിലാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കഴിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ അഥവാ ടൈമില്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യും. അതുപോലെ മോന് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ് ഇത്. ഓക്കെ, നമുക്ക് ടൈമില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും. നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ അത് സെർവ് ചെയ്തു. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റിയാണ്. ഞാൻ 100% ഉറപ്പ് തരാം, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സുഭിക്ഷമായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? ഇതൊരു തട്ടിക്കൂട്ട് ലഞ്ചാണെന്ന് പറയാം, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇതിൽ കൂടെ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് മാങ്ങാക്കറിയോ പപ്പടോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇത് അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇത് തനിയെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു എപ്പിസോഡിൽ വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.